ക്യാമറയൊക്കെ കൈ പിടിച്ചോണ്ട് എന്തോ പരിപാടി? ക്യാമറ ഇതോ? ഇത് ക്യാമറ ഇത് മൊബൈൽ ഫോണാ. മൊബൈൽ ഫോണാ? പോടാ, സത്യമായിട്ട് ഇത് മൊബൈൽ ഫോണാ. ഇതാണ് വിവോയുടെ X300 Ultra എന്ന് പറയുന്ന ഫോൺ. ലോകത്തിൽ ഇറങ്ങിയ ഏറ്റവും വലിയ ക്യാമറ ക്വാളിറ്റിയുള്ള ഫോണാണ്. ഇപ്പൊ നിലവിൽ ഇതിനെ വെല്ലാൻ ഒരു ഫോൺ ഇറങ്ങിയിട്ടില്ല. ഇതിനെ പറ്റി ഇല്ല. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണിച്ചത്. അതുകൊണ്ട് ആ കാണുന്ന ടവർ ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ആ ഒരു ടവർ കാണിച്ചു തരാം. അത് നോക്കി, ജസ്റ്റ് നിങ്ങൾ നോക്കിയോ. ഈ ഫോണിനകത്ത് കാണിച്ച് പക്ക ക്വാളിറ്റി. ഈ കാണുന്ന സാധനം ഞാനിപ്പോൾ എടുത്തുണ്ടോ, അത്രയും ലോങ്ങിലുള്ള സാധനം. അത് മാത്രമല്ല, ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ ഇത് മാത്രമല്ല, ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു സാധനം മേടിക്കുക എന്നുള്ളത്. അപ്പോൾ യമണ്ടൻ ഫോണാണ് X300 Ultra വിവോയുടെ. ഇതിന്റെ കൂടെ ഞാൻ ലെൻസ് കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് സെപ്പറേറ്റഡ് ആണ് വാങ്ങുന്നത്, വിവോയുടെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വ്ളോഗിംഗ് പർപ്പസ്, അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് ഫോട്ടോ, കാറ്റിലൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ കിഡിലൻ അത്രത്തോളം പെർഫോമൻസ് ഒരു സാധനമാണ്. ഞാൻ എന്താണ് ഈ X300 Ultra എടുക്കാനുള്ള കാരണങ്ങളെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുപാട് പേരുണ്ട്. ബ്രോ നമസ്കാരം. ഈ X300 Ultra അല്ലെ, നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള, ഏറ്റവും കൂടുതൽ ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോൺ അല്ലെ. ഇതിന്റെ ഡീറ്റെയിൽസ്, ഇപ്പൊ ഇതിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ ക്യാമറ ഏറ്റവും വലിയ ക്വാളിറ്റി. ഇതിപ്പോ നമുക്ക് വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ മോഡലായ വിവോ X300 Ultra ആണ്. ഇതിന്റെ ക്യാമറ വരുവാണെങ്കിൽ നമുക്ക് 200 MB സൈസിന്റെ API ടെലിഫോട്ടോ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് MB ക്യാമറ വരുന്നത് 50 MB ആണ്. 50 MB അൾട്രാ വൈഡും 50 MB വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററി നമുക്ക് വരുന്നത് 6600 mAh വരുന്നുണ്ട്. അതുപോലെ 100 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജ് വരുന്നുണ്ട്. നമുക്ക് 40 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഇതായ പ്രോസസ്സറാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ആണ് വരുന്നത്. ഇവിടെ നമ്മള് വോയിസും അതുപോലെ തന്നെ മാറിയിട്ടുണ്ട്. നമ്മുടെ ഒറിജിനോയ്സ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നേക്കുന്ന ഒറിജിനോയ്സ് ആണ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒറിജിനോയ്സ് വന്നതുകൊണ്ട് നമുക്ക് ഫോണിന് അതനുസരിച്ചുള്ള കുറെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇതിന്റെ ടച്ച് റെസ്പോൺസ്, റിഫ്രഷ് റേറ്റ് വരുന്നത് 144 ഹെഡ്സ് വരുന്നത്. അതുകൊണ്ട് ഈ ഗെയിമിങ്ങിനും അല്ലെ, ഗെയിമിംഗ് ഒക്കെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊന്നും. പിന്നെ നമുക്ക് സ്റ്റോറേജ് വരുന്നത് 60 GB RAM 512. ഈ സാധാരണ ഈ ഫോണിനകത്ത് ഇല്ലാത്ത ഒരുപാട് ക്യാമറ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ സ്പോർട്സ് മോഡിലൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ്, അതിന് പറ്റിയ ഫീച്ചർ നമുക്ക് ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ വരുവാണെങ്കിൽ, നമുക്ക് സ്പോർട്സിന്റെ ഇതൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവര് സ്റ്റിൽ റണ്ണിങ് കണ്ടീഷൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ ഒരു മോഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടല്ലേ അതിനകത്തോട്ടുണ്ട്. ഈ ഫോട്ടോയിൽ ഇതുണ്ടോ, ഫോട്ടോയിൽ തന്നെ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇപ്പൊ ഫോട്ടോയെ പറ്റി തന്നെ ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു ലൈവ് പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ പോവാണെങ്കിൽ, നമ്മൾ ബാക്കിലേക്ക് ഇരിക്കുവാണെങ്കിൽ സ്റ്റേജ് മോഡ് ഫോട്ടോഗ്രാഫിയും വരുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്ത് വെച്ചാൽ അതേപോലെയുള്ള ഫോട്ടോ കിട്ടും. ഈ പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിക്കിടലുള്ള ഒരു ഫോണാണ് അല്ലേ. അത് ഒന്ന് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ്? നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ OSന്റെ അപ്ഡേറ്റിനകത്ത് വന്നതാണ്. നമുക്ക് ഒറിജിനോയ്സ് എന്ന് പറഞ്ഞ OS ആണ് ഇതിനകത്ത് വരുന്നത്. അത് നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കീപ്പ് ചെയ്താൽ നമുക്ക് ഈ സ്പേസ് വരും. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനും യൂസ് ചെയ്യാം. വേറൊരു ഫോൾഡറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോണിനകത്ത് തന്നെ വേറൊരു ഫോൺ അല്ലേ, ഫോണിനകത്ത് തന്നെ വേറൊരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ ക്യാമറ ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത ക്യാമറ ക്വാളിറ്റി. ഞാൻ ആദ്യം പറഞ്ഞു, ലോകത്തുള്ളിൽ ഇറങ്ങിയിൽ വെച്ച് ഏറ്റവും വലിയ ക്യാമറ ക്വാളിറ്റി 200 MB ആണ്. 200 MB ഒരു അത്രത്തോളം ലോങ്ങിലുള്ള സാധനം വരെ നമുക്ക് അത്ര ക്വാളിറ്റിയോടുകൂടി കിട്ടും. ഞാൻ ഇങ്ങനത്തെ ജസ്റ്റ് ആ മോഡലിന്റെ ഫോട്ടോ നമുക്ക് കാണിച്ചു തരാം. അപ്പം ഇത് നോക്കിയോ, എന്റെ ക്യാമറ നോക്കിയോ, ഫോട്ടോ മോഡല് ഇതുണ്ടോ, എവിടെ നിൽക്കുന്നുണ്ടോ, വേണ്ട ഫോട്ടോ എടുത്തതിന് ശേഷം നോക്കിയോ, വേണ്ട ഇപ്പൊ ക്ലിയറായിട്ട് ഇതാണല്ലേ, ഇതാണ് ഫോട്ടോയുടെ ക്വാളിറ്റി. അത്ര ക്വാളിറ്റിയാണ്, കിഡിലൻ ക്വാളിറ്റിയാണ്. ഇത് കണ്ടോ, ഇതാണ് X300 FE എന്ന് പറയുന്ന ഫോൺ. ഇപ്പോൾ ഇവിടെ ഞാൻ വന്ന് ഫോൺ നോക്കിയപ്പോൾ കണ്ട ഒരു കിഡിലൻ ഫോണാണ്. ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. അപ്പോൾ അടിപൊളിയാണ്, നല്ല സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്, നല്ല കിടിലാണ്, കാണാൻ സൂപ്പറാണ്. ഇതിനകത്തും അത്യാവശ്യം എക്സ്റ്റൻഡഡ് കിറ്റും സാധനങ്ങളും ഒക്കെ ഇതിനകത്തും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇവോടെ കിടിലൊരു ഫോണാണ് ഇത്. ഇപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഫീച്ചേഴ്സും അത്യാവശ്യം കിടിലൻ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന കിടിലൻ ഫോണാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഡിസൈൻ തന്നെയാണ്. ഡിസൈനും ഇതിന്റെ ആ ഒരു ഭംഗിയാണ്, അടിപൊളി ഭംഗിയാണ്, നല്ലതാണ് കാണാൻ. ഫോൺ കാണാൻ തന്നെ ക്യൂട്ട് ഫീലുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ഫിനിഷും, ഇപ്പോൾ ഈ ഒരു ക്യാമറ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗവും, ഇപ്പോൾ ഈ വിവോയുടെ ഈ ബാഡ്ജിങ്ങും സംഭവം കണ്ടോ, സ്ലിമ്മാണ്. കയ്യിലിങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനും 12 GB RAM ഒക്കെ വരുന്നുണ്ട്, 256 GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇപ്പോൾ സംഭവം അടിപൊളിയാണ്. ഞാൻ ഈ ഫോണിന്റെ വില ഒരുപാട് കടകളിൽ അന്വേഷിച്ചു. ഓൺലൈനെക്കാട്ടിൽ കുറച്ചും അതുപോലെ തന്നെ കിഡിലിന് ഓഫർ തന്നൊരു കടയാണ് എക്സ്പീരിയ മൊബൈൽസിനെ പറ്റി പറയാൻ നിവൃത്തിയില്ല. അപ്പം അടൂരും അതുപോലെ തന്നെ പത്തനംതിട്ട പന്തളത്ത് അടൂരും 2 ഷോപ്പ് എക്സ്പീരിയ ഉണ്ട്. വിവോയുടെ കിഡിലും ഫോൺസ് കിഡിലും റേറ്റിനും ബഡ്ജറ്റിലും അതുപോലെ തന്നെ എക്സ്ചേഞ്ചിലും ഇവിടുന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും.